ഹലോ ഗൈസ്, നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കിയാലോ. ഞങ്ങളാണെങ്കിലേ കസിൻസ് എല്ലാവരും കൂടെ ഒരുപാട് നാളായിട്ടോ ഒരു ട്രിപ്പ് പോകണമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ട് നടന്നിട്ടില്ല. അത് വേറൊന്നും കൊണ്ടല്ല, പലരും പല സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നതും പഠിക്കുന്നതും പല സ്ഥലത്താണ്. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് ഒരു ടൈമോ അല്ലെങ്കിൽ ദിവസമോ കിട്ടണമെന്നില്ലല്ലോ. അങ്ങനെ ഫൈനലി ഇത് ഞങ്ങളൊരു 4 ദിവസത്തേക്കുള്ളൊരു ട്രിപ്പ് എന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാവരും കൂടെ ലീവ് പറഞ്ഞിട്ട് പോവുകയാണേ. ഇതിപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങളെ ആണെങ്കിൽ ട്രെയിൻ കയറ്റാൻ വേണ്ടിയിട്ട് ഏൻറ്റിമാരും അതുപോലെ തന്നെ അമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ കയ്യിൽ കുറേ ലഗേജ് ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ ട്രെയിനിൽ നിന്ന് കഴിക്കാനുള്ള ഫുഡ് അടക്കം ഓൾറെഡി എടുത്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെയാണെങ്കിൽ അത്ര വലിയ തിരക്കൊന്നും ഞങ്ങൾ പോയ സമയത്ത് ഉണ്ടായിരുന്നില്ല. ട്രെയിനാണെങ്കിൽ, അതായത് മാഹി ടു പോണ്ടിച്ചേരി ട്രെയിനാണെങ്കിൽ വീക്ക്ലി 2 ദിവസം മാത്രമേ ഉള്ളൂ. അതായത് വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ സൺഡേ ആണ് ട്രെയിൻ വരുന്നത്. 7 മണി 7:15 ആ ഒരു ടൈമാണ് വരുന്നത്. പക്ഷേ ബസ്സാണെങ്കിൽ ഡെയിലി ഉണ്ട് കേട്ടോ. PRTC ബസ്സാണ് വരിക. അത് മാഹിന്ന് പോണ്ടിച്ചേരിയിലേക്ക് ഡെയിലി വരുന്നുണ്ട്. ഇതിപ്പോൾ രാത്രി ഞങ്ങളിത് ട്രെയിന് കയറിയിട്ടുണ്ട്. ട്രെയിന് കയറി ലഗേജൊക്കെ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും സീറ്റ് നോക്കി എല്ലാവരും ഒരുമിച്ചിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ കിടക്കുന്ന സമയത്ത് എൻ്റെ ഏട്ടനും അതുപോലെ തന്നെ അവളുടെ ഹസ്ബൻഡും മാറി അപ്പുറത്തെ ഭാഗത്താണ് കിടന്നത്. പക്ഷെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ. അതായത് എൻ്റെ ബ്രദറാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നേരത്തെ തന്നെ. ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. രാവിലെ കുറച്ച് ലേറ്റായി ഞങ്ങളെല്ലാവരും എഴുന്നേക്കാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ. ഒരു 7 മണിക്കോ അല്ലെങ്കിൽ ഒരു 7:15 ട്രെയിൻ രാത്രി കയറിയിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് ഒരു 10 മണിയാവും എന്തായാലും പോണ്ടിച്ചേരി എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളിതാ രാവിലെ ആകുമ്പോൾ നോക്കുമ്പോൾ ഭയങ്കര നല്ല ക്ലൈമറ്റാണ്. നല്ല കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. എനിക്കാണെങ്കിൽ ബസ്സിന് പോകുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഈ ട്രെയിനിൽ പോകാനാണ്. പണ്ട് എൻ്റെ അനിയത്തിമാരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പോണ്ടിച്ചേരി തന്നെയാണ്. ഒരാൾ നഴ്സിങ്ങും ഒരാൾ പോണ്ടിച്ചേരി കോളേജിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോവാറുണ്ട്. ഞാനാണെങ്കിലും അമ്മയും അച്ഛനുമാണ് ഒരുമിച്ച് പോവാറ്. ബസ്സിലും പോവാറുണ്ട്, അതുപോലെ തന്നെ ട്രെയിനിലും പോവാറുണ്ട്. പക്ഷേ എനിക്ക് ട്രെയിനിൽ പോകുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് ബസ് അത്ര കംഫർട്ട് അല്ല കേട്ടോ. ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കുളിക്കാനുള്ള അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനൊന്നും ഉണ്ടാവത്തില്ല. ബ്രഷ് ചെയ്തതിന് ശേഷം ഞങ്ങളെല്ലാവരും ഫേസ് ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫ്രഷായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ റൂമിൽ എത്തിയിട്ട് വേണം അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട്. ഇവിടുന്ന് ഇപ്പം നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിക്കാൻ പറ്റില്ല. ട്രെയിനത്തെ ഫുഡ് ഞങ്ങൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒന്നത് മോളും ഉണ്ട്. പിന്നെ അഥവാ വയറ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ നാടല്ലല്ലോ, പുറമേയുള്ള സ്ഥലമല്ലേ. അപ്പം നമുക്ക് എത്രത്തോളം കംഫർട്ട് ആവുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ട്രെയിനത്തെ ഫുഡ് നമ്മൾ പരമാവധി അവോയ്ഡ് ചെയ്തിട്ടാണ് ഉള്ളത്. രാത്രിയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നാണ് ഫുഡ് കൊണ്ടുവന്നത്. ഇപ്പോൾ രാവിലെ മോർണിംഗ് ആണെങ്കിലും ഞങ്ങൾ ഒന്നും വാങ്ങിച്ചിട്ടില്ല. വടയോ അതുപോലെ തന്നെ സമൂസ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഞങ്ങളാരും അത് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇത് ഇപ്പോൾ രാവിലെ ഇവരെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞങ്ങൾ ബ്രഷ് ചെയ്തു, ഫേസ് വാഷ് ചെയ്തു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക്കാണല്ലോ. അതില്ലാതെ പറ്റത്തില്ലല്ലോ. എനിക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതാ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പിന്നെ ഞങ്ങളിതാ ഒന്നും കൂടെ ഈ പുറത്തെ വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. അതിൻ്റെ ഇപ്പം ഞാൻ എന്താ പറയുക, ഭയങ്കര രസമാണ്. ഭയങ്കര വെയിലും അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ കാണാം കേട്ടോ നമുക്ക് പുറത്ത്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം രാത്രി നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും. ഫുഡ് പൊറോട്ട അതുപോലെ തന്നെ ചിക്കൻ കറി, പൊറോട്ടയും ചിക്കൻ കറിയും അതുപോലെ തന്നെ വെള്ളപ്പമാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്രെഡും ഉണ്ടായിരുന്നു, അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ രാവിലെ ആയപ്പോൾ വിശപ്പ് സഹിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് ഞങ്ങൾ ജാമും ബ്രെഡും ഉണ്ടായിരുന്നേ. അത് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു സംഭവം ഇല്ലേ, കൊള്ളി എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുക, ഇതും ഉണ്ടായിരുന്നു. ഇതുപോലത്തെ കറുമുറ ഐറ്റംസൊക്കെ അത്യാവശ്യം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അതായത് ഒന്നാമത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും ഒരു വണ്ടി ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വേറെ സ്ഥലത്തൊക്കെ എന്തായാലും പോകണമല്ലോ. എൻ്റെ സിസ്റ്ററുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് അവരുടെ നാട് പോണ്ടിച്ചേരി തന്നെയാണ്. പക്ഷെ അവരിപ്പോൾ സെറ്റിലായിട്ടുള്ളത് നമ്മുടെ ചെന്നൈയിലാണ്. അപ്പോൾ ഞങ്ങളിവിടെ പോണ്ടിച്ചേരി എത്തിക്കഴിഞ്ഞാൽ അവരോട് അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം പോണ്ടിച്ചേരി എത്താറായിട്ടുണ്ട്. ഇവരാണെങ്കിൽ ഒരു 9:30 ആയിക്കൊണ്ടൊരു വിളിപ്പുറം സ്റ്റേഷനിൽ നിർത്തിയിടും കേട്ടോ വണ്ടി. അതിനുശേഷം ഒരു 10 മണിയാവും പോണ്ടിച്ചേരി സ്റ്റേഷനിൽ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ പോണ്ടിച്ചേരി സ്റ്റേഷനിലെത്തിയിട്ട് അവിടെയാണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിപ്പോൾ ഞങ്ങളുടെ സിസ്റ്റർ ആളെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളും ഹസ്ബൻഡും അതുപോലെ തന്നെ ഞങ്ങളുടെ വാവയാണിത്, അവനും കൂടെ വന്നിട്ടുണ്ട്.
ഞങ്ങളിതാ അവനാണ് ഈ ഒരു വണ്ടിയൊക്കെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളിതാ വണ്ടിയിൽ കയറി ഇനി നേരെ റൂമിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങളിത് റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. റൂമിൽ എത്തിക്കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്.